ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇവിടെ ഞാൻ ഇതിനെടുത്തിട്ടുള്ള 1/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. മിക്ക വീട്ടിലും ഉണ്ടാവും. റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പം കിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിട്ടുണ്ടാവും നുറുക്ക് ഗോതമ്പ്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് നമുക്ക് കഴുകി വറുത്ത് വെക്കാം. പിന്നെ അടുപ്പത്ത് ഒരു സോസ് പാൻ വെച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് വേണ്ടവർക്ക് ഇനി കൂടുതൽ ഒഴിക്കാം. ഇനി ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതേ നെയ്യിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വെന്ത് പോവരുത്, ഒരിക്കലും ഗോതമ്പ് വെന്ത് പോയാൽ നമ്മൾ ആ ലഡുവിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് അല്പം ഉപ്പും അതുപോലെ തന്നെ കളറും ചേർത്ത് കൊടുക്കുക. കളർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഫുഡ് കളർ യെല്ലോ അല്ലെങ്കിൽ റെഡോ ചേർത്താലും മതി. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരിക്കലും കൂടുതൽ വെന്ത് പോകരുത്. അപ്പം നമുക്ക് ഒരിക്കലും അതിൻ്റെ ലഡുവിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. നന്നായിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായാണ്. എല്ലാ സാധനവും ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സാധനമാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റിയിട്ടുള്ള അണ്ടി മുന്തിരി അതിലിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. പിന്നെ ഇനി ചേർക്കുന്നത് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ്. 2 കപ്പ് ചേർക്കുക. പഞ്ചസാര കൂടുതലുള്ളവർക്ക് ഇനി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വറ്റിച്ചെടുക്കുക. എളുപ്പം ചെയ്തെടുക്കാം നമുക്ക്. എല്ലാം പഞ്ചസാര അലിഞ്ഞ് അതിൽ നന്നായിട്ട് പിടിക്കണ ലെവലിൽ നമുക്കിത് വറ്റിച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ബോളാക്കാം. ബോളാക്കുമ്പോൾ കയ്യിൽ അല്പം എണ്ണ തടവിയാൽ നമ്മൾ ബോള് ആ ലഡുവിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ മുകളിൽ മുന്തിരി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫുള്ള് ഇതുപോലെ ചെയ്തെടുക്കുക. എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം എൻ്റെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/4 കപ്പ് കൊണ്ട് 10-15 ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയാണ്. 2 മണിക്കൂറിന് ശേഷം എടുത്താൽ നമുക്കിത് ലഡുവിൻ്റെ പോലെ തന്നെ നന്നായിട്ട് പൊട്ടിയിട്ട് കിട്ടും. വെള്ളമൊക്കെ വറ്റി നല്ല ഉറച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾ കാണുവാനും ശ്രദ്ധിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.